ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിനെ ആരും കാണാതെ വേദയാണെങ്കിൽ തൻ്റെ മുറിയിൽ ഒളിപ്പിക്കാൻ കേട്ടോ. ഇഷിതയാണെങ്കിൽ വിക്രമിനെയും കൂട്ടി രാത്രിയിൽ വേദയുടെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ഡോറൊക്കെ തുറന്നിട്ട് ആരെങ്കിലും വരണുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വിക്രമിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമിന് നടക്കാൻ പോലും കഴിയുന്നില്ല, നല്ല പെയിൻ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദ താങ്ങി പിടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ മുറിയിൽ വരെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ മുറിയിൽ ചെന്ന പാടെ തന്നെ വിക്രമിന് ആകെ വല്ലാത്തൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ കാല് കുത്തി വന്നതുകൊണ്ട് തന്നെ നല്ല പെയിനും ഉണ്ട് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ വേദന മനസ്സിലാക്കിയ വേദയാണെങ്കിൽ കാലൊക്കെ എടുത്ത് നല്ല രീതിയിൽ കുഴമ്പൊക്കെ ഇട്ട് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലിൻ്റെ വേദന മാറ്റാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ചൂട് പിടിച്ചു കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് വിക്രമിന് വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. വേദയുടെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന ആ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ പുറത്തു വരികയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അകന്നിരുന്നതിന് ശേഷം ഒരുമിച്ച് ആ ഒരു സന്തോഷത്തിലായിരിക്കും കേട്ടോ ഇരുവരും പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഇത്രയും നാളും മനസ്സിലൊളിപ്പിച്ച പ്രണയം പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ മൂട്ടിൽ തീ പിടിച്ച പോലൊരു അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും കേട്ടോ. കാരണം വിക്രമിനാണെങ്കിൽ വെടിക്കൊണ്ടിട്ടുണ്ട് എങ്കിലും വിക്രം എവിടെയോ ആണ് സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അവൻ പുറത്തിറങ്ങാത്തിടത്തോളം കാലം അവൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ കൊലപാതകം യഥാർത്ഥ കൊലപാതകൾ ആരാണോ അവരുടെ മേൽക്ക് തിരിയും. അതിന് മുൻപ് തന്നെ വിക്രം കൊലയാളിയായിരിക്കെ തന്നെ വിക്രം മരിക്കണം. എങ്കിലേ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുകയുള്ളൂ, താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിക്രം എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും കേട്ടോ ശ്രീകാന്തും. വിക്രമിനെ ഒളിപ്പിച്ചിരിക്കുന്ന എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് വാസുവിനൊപ്പം ചേർന്ന് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വേദയുമായിട്ട് ഒരു വാക്ക് തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട് കേട്ടോ. വേദയോട് ചോദിക്കുന്നുണ്ട്, വിക്രമാണെങ്കിൽ എവിടെയാണെന്ന് നിനക്കറിയാം, നീയാണ് എല്ലാത്തിനും ഉത്തരവാദി, നീയാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തെറ്റ് ചെയ്ത് അവനെ നീ ഇങ്ങനെ മൂടിപ്പൊതിച്ച് വെച്ചുകൊണ്ടിരുന്ന ഒരു ജീവനാണ് അവൻ കാരണം ഇല്ലാണ്ടായത്. നാളെ നീയായിരിക്കും അവൻ്റെ കൈകൊണ്ട് തീരാൻ പോകുന്നത്. അവനൊരു ഗുണ്ടയാണ്, അത് നീ മറക്കരുത് എന്നൊക്കെ പറയാനുണ്ടോ. അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, എങ്കിലേ ഞാനങ്ങ് സഹിച്ചു. നീ തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുണ്ട് വിക്രം, എന്നിട്ട് തനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആർക്കും പിടിക്കാൻ കഴിയില്ല. വിക്രമിൻ്റെ ഭാഗത്ത് ന്യായവും സത്യസന്ധതയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുണിനെ കൊന്ന യഥാർത്ഥ കൊലയാളികൾ പിടിക്കും വരെ വിക്രം സേഫായിട്ട് തന്നെ ഇരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിനും നല്ല ദേഷ്യവും അതുപോലെ തന്നെ ഭയവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയുടെ അച്ഛനുമായിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുകയും അതുപോലെ തന്നെ പ്ലാനിങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ചീറ്റി പോവുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ അടുക്കലുണ്ടോയെന്നും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും വേദയാണെങ്കിൽ തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ തൻ്റെ കണ്ണിൻ്റെ അടിയിൽ തന്നെ വിക്രം ഉണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്ത് മനസ്സിലാക്കുകയാണ്. വേദ തന്നെയാണ് വിക്രമിനെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം കാർ കഴുകിയത് കൊണ്ട് തന്നെ വേദ വിക്രമിനെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് അറിയാണ് കേട്ടോ. ഇതേ സമയത്ത് വീടിനുള്ളിൽ തൻ്റെ റൂമിലായിരിക്കുമോ ഇനി ഒളിപ്പിച്ചിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസിൽ നൈസായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ആകമ്പടിയോട് പോലീസുകാർ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തിനാണിപ്പോൾ എൻ്റെ വീട് സെർച്ച് ചെയ്യുന്നത്? എൻ്റെ മകളുടെ ഭർത്താവാണ് വിക്രം എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ അവർ പിണങ്ങി കഴിയുകയാണ്. അതുപോലെ തന്നെ വേദ എൻ്റെ മകൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു കൊലയാളി ഒളിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് കോർട്ട് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം, അതിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പോലീസുകാർ വന്ന് അരിച്ചു പറക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നതറിഞ്ഞ് വേദ വിക്രമിന് ക്ലൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം മുറിയിൽ ഒളിക്കുകയും പിന്നീട് മുറിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ അതിവിദഗ്ധമായി തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ വിക്രം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമ്മ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ തൻ്റെ വേഷമൊക്കെ മാറി മുഖമൊക്കെ മൂടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കമലാമ്മയെ കാണുകയാണ്. അങ്ങനെ വിക്രമിന് ഒരുപാട് സങ്കടമാണ് കേട്ടോ. കമലാമ്മയുടെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ താൻ കാരണമാണല്ലോ ഒന്നിനൊന്നിന് പുറകെയായിട്ട് തൻ്റെ വീട്ടുകാരിങ്ങനെ ഓരോന്ന് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്
എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു വിഷമം വിക്രമിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് ഉണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിൽ എസ് ഐനെ കാണുമ്പോൾ വിക്രം തൻ്റെ പ്രതികാരം എല്ലാം തീർക്കാണ് കേട്ടോ. വിക്രമിൻ്റെ മനസ്സിലെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ നമ്മുടെ എസ് ഐക്കിട്ട് തീർക്കാണ് കേട്ടോ. അങ്ങനെ എസ് ഐ കുറേ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ വിക്രമിനെ, ആ ഒരു പ്രതികാരമെല്ലാം തീർക്കുകയാണ്. അങ്ങനെ വിക്രമിൻ്റെ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ എസ് ഐ ആരാണ് തന്നെ ആക്രമിച്ചതെന്ന് എസ് ഐക്ക് മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ ശ്രീകാന്തിന് ചെറിയ ഡൗട്ടുകളൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ വേദ അവിടെ നിന്ന് വിക്രമിനെ മാറ്റുകയാണ്. ഇതിനോടകം തന്നെ ഇവർ നല്ലൊരു അടുപ്പത്തിലാകുകയാണ് കേട്ടോ. പഴയതുപോലെയല്ല, ഇരുവരും ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നൊരു രീതിയിൽ തന്നെ തങ്ങളുടെ സംസാര രീതികൾ മാറുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ വിക്രമിനെ തൻ്റെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കുകയാണ് കേട്ടോ വേദ. കാരണം ശ്രീകാന്ത് വിക്രമിനെ വേദയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ വേദ വിക്രമിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതിനോടകം തന്നെ വിക്രമിൻ്റെ മുറിവുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ തന്നെ ഒന്ന് കരിഞ്ഞു തുടങ്ങിയിരുന്നേ. അങ്ങനെ വിക്രമാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് മാറി, പഴയതുപോലെയൊക്കെ ആയി മാറി കേട്ടോ. ഈ ഒരു സമയത്ത് വിക്രമിൻ്റെ ആ ഒരു പെട്ടെന്ന് തന്നെ അസുഖം ഭേദമായി നമ്മുടെ വേദയുടെ പരിചരണം കൂടിയാണെന്നങ്ങ് കരുതിക്കോ. അങ്ങനെ വിക്രമാണെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വേദയാണെങ്കിൽ ദർശനെ പോയി കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കുകയാണ് കേട്ടോ. ദർശനോട് അന്നേ ദിവസം നടന്ന കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ദർശനോട് പറയാണ്. അങ്ങനെ ദർശൻ്റെ അഡ്വൈസും കൂടെ സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ വാസുവനാണെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും തൻ്റെ മകൻ്റെ കൊലപാതകത്തിന് എതിരെ, അതും വിക്രമിൻ്റെ പേരിൽ ചൊല്ലിയിട്ടായിരിക്കും കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ്, അതായത് കോടതിയിൽ കേസ് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കേസിൽ മറിമായം സംഭവിക്കണം, യഥാർത്ഥ പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന ദർശനം വേദയോട് പറയാനിട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങാനിട്ടോ. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ ഇറങ്ങുകയാണേ. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ വേദയുടെ സംശയം മുഴുവൻ നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ വരുൺ മരിക്കുന്നതും അതുപോലെ തന്നെ വിക്രം അറസ്റ്റിലാകുന്നതും രണ്ടും കൊണ്ട് ഗുണമുള്ളത് നമ്മുടെ ശ്രീകാന്തിന് മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീകാന്താണ് ഇതിനൊക്കെ പിന്നിലെന്ന് ദർശനം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മതിയായ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷത്തോളം നമുക്കത് ഉറച്ചു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ നമുക്ക് വേണമെന്ന് വേദയും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ നമ്മുടെ ശ്രീനിവാസൻ പുളിക്കനെ ഒന്ന് കൈയോടെ പിടികൂടുകയാണ് കേട്ടോ. പക്ഷെ പുളിക്കൻ വിട്ടൊന്നും പറയണില്ലേ. പുളിക്കനാണെങ്കിൽ തീർത്ത് പറയുന്നുണ്ട്, അന്ന് ഞാൻ കണ്ടത് വിക്രത്തിനെയാണ്, എടാ വിക്രമേന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞ് നോക്കുകയും ചെയ്തു. പിന്നെ വിക്രമിൻ്റെ ഷർട്ട്, അന്നേ ദിവസം വിക്രം ധരിച്ചത് ആ ഷർട്ടാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പുളിക്കൻ ഇങ്ങനെ പറയുമ്പോൾ അതിൽ ഒരു ആത്മാർത്ഥത ഇല്ലാത്തതുപോലെ, അതിലെന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നത് പോലെ വേദയ്ക്ക് തോന്നുകയാണ്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പുളിക്കൻ അതിൽ ഒരു സത്യം പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ദർശൻ പറയുന്നുണ്ട്, ഇനി പുളിക്കൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, പുളിക്കൻ എന്തായാലും സത്യം പറയില്ല. പക്ഷെ പുളിക്കൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും ദർശൻ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് വേദയാണെങ്കിൽ വഴിമാറ്റി ചിന്തിക്കാൻ കേട്ടോ. അതായത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ വേദ മുന്നിട്ടിറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വേദയും ദർശനവും കൂടെ അന്നേ ദിവസം നമ്മുടെ വിക്രമാണെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് വിക്രമിൻ്റെ കൂട്ടുകാരുടെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള CCTV ദൃശ്യങ്ങളിലും ആ ഒരു ഫുട്ടേജുകളും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദീപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ദീപ്തിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദീപ്തിയാണെങ്കിൽ വേദയുടെ ഒപ്പം വഴങ്ങാൻ കേട്ടോ. വേദ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വിക്രമല്ല എന്നുള്ള സത്യം കൂടി ദീപ്തി മനസ്സിലാക്കാണ്. അങ്ങനെ ദീപ്തിയുടെ സപ്പോർട്ട് കൂടി നമ്മുടെ വേദയ്ക്ക് ലഭിക്കുകയാണ് കേട്ടോ. അത് കഥയിൽ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ശ്രീനിവാസനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ വിക്രം ഒരിക്കലും പങ്കിട്ടിട്ടില്ല എന്ന് സാറ് പറഞ്ഞത് സത്യം തന്നെയാണ്. വിക്രം ഒരിക്കലും ഈ ഒരു കേസിൽ പങ്കിട്ടിട്ടില്ല. വിക്രം നിരപരാധിയാണ്. വിക്രമിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത കേസാണിത്. അതിന് പുളിക്കനും കൂടെ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, പുളിക്കൻ എൻ്റെ വിശ്വസ്തനാണ്, ഒരിക്കലും പുളിക്കൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല.
ചിലപ്പോൾ പുള്ളിക്കൻ തെറ്റിദ്ധരിച്ചതാവാം, അതായിരിക്കും സാധ്യത എന്ന് പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് വേദ പറയുന്നുണ്ട് സാറിൻ്റെ വിശ്വസ്തനായിരിക്കാം, പക്ഷേ പുള്ളിക്കനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായത് പുള്ളിക്കൻ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ഞങ്ങൾ പുള്ളിക്കൻ്റെ പിന്നാലെ പോകില്ല, പക്ഷേ സത്യം ഞാൻ തെളിയിക്കും സർ, വിക്രമിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ആവശ്യം കൂടിയാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇപ്പോൾ ശ്രീനിവാസനും പറയാണ് എത്രയും പെട്ടെന്ന് വിക്രമിനെ പുറത്ത് കൊണ്ടുവരണം, വിക്രമല്ല ഇത് ചെയ്തതെന്നുള്ള സത്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം വേദവക്കീലെ എന്ന് ശ്രീനിവാസൻ പറയുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വാസുവിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ വേദ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ വാസുവൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴും വാസു ശൗര്യത്തോടുകൂടി പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് അധികകാലം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, എൻ്റെ മകനെ കൊന്നവനാണവൻ, ആദ്യം എൻ്റെ മകനെ ഇടിച്ച് പഞ്ചറാക്കി ഇട്ടു, അതിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിച്ച് ജീവനോടെ തിരികെ എത്തി എൻ്റെ മോനെ അവൻ കൊന്നു, അവൻ എങ്ങനെ മനസ്സ് വന്നു, അവൻ ഇനി ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, അവൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നിട്ടുണ്ട് പലതവണ, ഇനി ആ ഒരു ഓർമ്മപ്പെടുത്തലുള്ളത് കൊണ്ട് തന്നെ അവൻ അവിടേക്ക് എത്തിക്കോളും, അവനെ ഞാൻ എത്തിക്കും, അതിനുള്ള വഴികൾ എൻ്റെ മുൻപിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് സർ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് മനസ്സിലാക്കാതെ ഒരാളുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല, ഇനി തെറ്റ് ചെയ്തത് വിക്രമാണെങ്കിൽ അവന് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വാസുവൻ പറയുന്നുണ്ട് വിക്രമാണെന്നുള്ള കാര്യം 100% തെളിഞ്ഞു കഴിഞ്ഞല്ലോ, കോടതിയിൽ തെളിഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ, പൊതുസമൂഹത്തിൽ എല്ലാവരും അന്നേ ദിവസം വിക്രമിനെ കണ്ടതാണ്, എൻ്റെ മകനെ കുത്തിയിട്ട് എൻ്റെ മകൻ പിടഞ്ഞ് അവിടെ ചാകുമ്പോൾ അവൻ കുത്തിയിട്ട് ഓടുന്നത് എല്ലാവരും കണ്ടതാണ്, വിക്രം എന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയതുമാണ്, അവൻ എന്നിട്ട് ഡ്രസ്സ് എല്ലാം ശരിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് വേദ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും വാസുവൻ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വാസുവൻ പറയുന്നുണ്ട് വക്കീലിൻ്റെ പണി പോയി ചെയ്തോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇവിടെ ഞാനാ വക്കീലും ജഡ്ജിയും എല്ലാം, എൻ്റെ കോടതിയാണിത്, ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകനെ കൊന്നവൻ അവന് തൂക്കുശിക്ഷയല്ലാതെ മറ്റൊന്നും ഞാൻ വിധിച്ചിട്ടില്ല എന്നൊക്കെ പറയാനിട്ടോ. അതുകൊണ്ട് വേദവക്കീൽ സ്ഥലം വിട്, ഞാൻ ഓർമ്മപ്പെടുത്തലുകളായിട്ട് വീട്ടിൽ പലതവണ കയറി പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നിടത്തോളം കാലം ഞാൻ അവിടെ കയറി ഇറങ്ങും, അവിടെ പെണ്ണുങ്ങളും എല്ലാം ഉള്ളതല്ലേ, രാത്രി ആയിരിക്കും ഇനി എൻ്റെ സഞ്ചാരം എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ വേദ വാസുവിനോട് ഒന്നും പറയാനാവാതെ തിരികെ പോകുകയാണ്. അങ്ങനെ ദർശനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ദർശൻ വാസുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ദർശനാണെങ്കിൽ വാസുവിന് മുൻപിൽ തെളിവുകൾ നിരത്തുകയാണ്. അതായത് അന്നേ ദിവസം ആ ഒരു സമയത്ത് കൃത്യം നടക്കുന്ന സമയത്ത് വിക്രം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്നും, അതുപോലെ തന്നെ വിക്രം കൂട്ടുകാരോടൊപ്പം ക്യാരംസ് കളിക്കുന്ന ആ ഒരു CCTV ദൃശ്യങ്ങൾ എല്ലാം വാസുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പ്രതി കുത്തിയിട്ട് ഓടിയ പ്രതിയാണെങ്കിൽ ഓടിപ്പോയ ആ വഴിയിലുള്ള CCTV ദൃശ്യങ്ങളും, അതുപോലെ തന്നെ പോലീസുകാരൻ ആ ഒരു സമയത്ത് ആ പ്രതിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദർശനാണെങ്കിൽ വാസുവിനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സമയം തന്നെ നിങ്ങൾ നോക്കിക്കേ, വിക്രം ആ ഒരു സമയത്ത് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ വിക്രമിനെ പോലെ തന്നെ തോന്നിക്കുന്ന പ്രതിച്ഛായുള്ള ഒരാൾ മുഖം മൂടി അണിഞ്ഞ് അവിടെ വന്ന് വരുണിനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് പോകുകയായിരുന്നു. ആ പോകുന്ന വഴി അവിടെ ഒരു മൂന്ന് സംഘം ആളുകളും ഉണ്ടായിരുന്നു. ആ ആളുകൾ പറഞ്ഞു വിട്ട് ഗുണ്ടയായിരിക്കാം ഇത് എന്നൊക്കെ പറയാനിട്ട്. ആ 3 സംഘം ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകാന്തും, അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ അമ്മായിയപ്പനും, പിന്നെ നമ്മുടെ പോലീസുകാരനും. അങ്ങനെ പോലീസുകാരനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വാസവൻ. അങ്ങനെ വിക്രം ഇതിൽ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന വാസുവൻ മറ്റാരായിരിക്കും അപ്പോൾ ചെയ്തത്, എൻ്റെ മോനോട് ശത്രുതയുള്ള വേറെ ആരാ ഉള്ളത്, എൻ്റെ മോൻ എല്ലാം വെടിഞ്ഞ് സത്യസന്ധനായി ജീവിക്കാൻ വേണ്ടി നടക്കായിരുന്നു, പിന്നെ ആരാ അവനെ കൊന്നത്, എനിക്ക് സത്യം അറിയുക തന്നെ വേണം, അത് വിക്രമാണെങ്കിലും ആരാണെങ്കിലും അവൻ എൻ്റെ കൈകൊണ്ട് ചാകണം എന്നൊക്കെ പറയാനിട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഒരച്ഛൻ്റെ മനോവിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല, അതിന് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിൽ കോടതിയും നിയമവും ഒക്കെ ഉള്ളത് എന്ന് പറയുമ്പോൾ വാസുവൻ പറയുന്നത് ഇല്ല വക്കീലെ, ഈ വീട്ടിലെ അല്ലെ ഇവിടുത്തെ കോടതി വക്കീലും ജഡ്ജിയും ഒക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ മകനെ കൊന്നവൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീരണം അതാരായാലും എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ദർശൻ പറയുന്നുണ്ട് സാർ ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമല്ല ഇതിനൊക്കെ പിന്നിൽ, അതുകൊണ്ട് തന്നെ വിക്രമിനെ ടാർഗറ്റ് ചെയ്തുള്ള MLAയുടെ ഒരുക്കങ്ങളൊക്കെ ഇനി മാറ്റി വെച്ചാണ്, യഥാർത്ഥ പ്രതികളെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ പിടികൂടുന്നതാണ് എന്നൊക്കെ പറയാനിട്ടോ. അപ്പോൾ ഈ കേസിൽ പോലീസുകാരനും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസുകാരനെയും കൂടെ പ്രതിപട്ടികയിൽ ചേർക്കാനിട്ടോ ദർശൻ. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേദ തന്നെ
കേസ് തെളിയിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ വർഷയുടെ അച്ഛനും അതുപോലെ തന്നെ ആ ഒരു SIയും പിന്നെ നമ്മുടെ ശ്രീകാന്തും അകപ്പെടുകയാണ്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ വാസവനാണെങ്കിൽ ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ജാമ്യം മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എല്ലാവരും തിരിച്ചറിയണം. പക്ഷേ ശ്രീകാന്ത് അത് സമ്മതിക്കണില്ല കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അന്നേ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് SI, അതുകൊണ്ട് തന്നെ SIനെ കാണാൻ വേണ്ടി പോയതാണ്. ഒരിക്കലും അത് വിക്രമിനെ കൂട്ടു നിൽക്കാനോ അല്ലെങ്കിൽ വരുണിനെ കൊല്ലാൻ കൂട്ടു നിൽക്കാനോ വിക്രമിനെ അകത്താക്കാനോ ഒന്നുമല്ല. ഇത് മനഃപൂർവ്വം എൻ്റെ മേലിൽ കരിവാരി തേച്ചതാണ് അച്ഛ. അതിന് വേദയും കൂട്ടു നിൽക്കുന്നതാണ്, ഒരിക്കലും ഞാനല്ല ഇതൊക്കെ ചെയ്തത്. വേദ എന്നെയും കൂടെ പ്രതിപ്പട്ടിയിലാക്കുകയാണ്, ഞാൻ അറിയാതെ അതിലകപ്പെട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശങ്കരൻ നാരായണൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്തിന് ജാമ്യമൊക്കെ ലഭിക്കുകയാണ്. അങ്ങനെ പലതവണ നമ്മുടെ വാസവനാണെങ്കിൽ ശ്രീകാന്തിനെ തട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് തലനാരിഴയ്ക്ക് അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമാണെങ്കിൽ വേദയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കിക്കൊണ്ടു പോകാൻ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അല്ലെങ്കിലും താൻ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ തൻ്റെ കൂടെ വരും എന്നൊക്കെ പറയാണ്. അപ്പോൾ താൻ എന്തിനാണ് എന്നെ അവിടെ നിന്നും എന്നെ വിട്ടിട്ട് പോയത്? എന്തിനാണ്? ശ്രീനിവാസിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു എന്നുള്ള ഒരു നിസ്സാര കാരണം ഇനി എന്നോട് പറയണ്ട. അതല്ല കാരണമെന്ന് എനിക്കറിയാം. കാരണം ആ ഒരു നിസ്സാര കാര്യത്തിൽ എന്നെ വിട്ടു പോകുന്നവളല്ല എൻ്റെ വേതാളം എന്ന് പറയുമ്പോൾ വേദ നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ കേട്ടോ. ശ്രീകാന്ത് അച്ഛനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും അച്ഛനെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയതും അതുപോലെ തന്നെ ശ്രീകാന്ത് വേദയോട് ആവശ്യപ്പെട്ട കാര്യങ്ങളും ഡിവോഴ്സിൻ്റെ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിക്രമിനോട് പറയാണ്. അപ്പോൾ വിക്രം തന്നെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി നീ എന്തോരം ത്യാഗങ്ങളാണ് വേദ സഹിക്കുന്നത്. നീ വന്ന് കയറിയ അന്ന് മുതൽ നിനക്കൊരു സന്തോഷവും സമാധാനവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതൊന്നും എനിക്ക് തരാനും സാധിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നീ എന്തോരം ത്യാഗങ്ങളാണ് സഹിച്ചത്. ഇപ്പോൾ ഈ ഡിവോഴ്സ് വരെ ഒരു പക്ഷേ ഈ കേസൊക്കെ സംഭവിച്ചില്ലായിരുന്നു, നീ ചിലപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയേനെ അല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഇല്ല, അതിനൊന്നും ഞാൻ മുതിരില്ല. ഈ ഒരു ജന്മമുണ്ടെങ്കിൽ അത് എൻ്റെ വിക്രമിനോടൊപ്പം മാത്രമായിരിക്കും. ഈ ഒരു താലി ഞാൻ അയച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് മുൻപ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും തെളിയിച്ചേനെ. അപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളും വരൻ്റെ കൊലപാതകവും ഒക്കെ വന്നത്. എന്തായാലും അതൊക്കെ ഒരു നിയോഗമായിട്ട് കണ്ടാൽ മതി. ഈ ഡിവോഴ്സ് നോട്ടീസൊക്കെ ഇനി നമുക്ക് വലിച്ചെറിയണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് നമുക്ക് കീറിക്കളയണ്ട, അത് ഒരാളുടെ സാന്നിധ്യത്തിൽ വേണം അത് ചെയ്യാനെന്ന് പറയാണ്. അങ്ങനെ വേദയും കൂട്ടി വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ വിക്രം. ഈ ഒരു സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ കയറി കൂടിയത്? എൻ്റെ മകനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടോ എന്നൊക്കെ ചോദിച്ച് ശങ്കരനാരായണൻ ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞിട്ട്, ഇപ്പോഴും അച്ഛൻ ന്യായീകരിക്കുന്ന അച്ഛൻ്റെ ഈ പുന്നാര മോനുണ്ടല്ലോ, അച്ഛന് വലിയൊരു വിപത്ത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അച്ഛൻ്റെ മോൻ കാരണം അച്ഛനത് മനസ്സിലാക്കിക്കോ. ഇങ്ങേർക്ക് പെങ്ങന്മാരോടും ഒന്നും ഒരു തരിമ്പ് പോലും സ്നേഹമില്ല. അത് അച്ഛൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ. പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാനിവിടെ വന്ന് നിൽക്കാൻ കാരണം ഈ ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ്റെ ഭീഷണിക്ക് മുൻപിലാണ് ഞാനിവിടെ അന്ന് വഴങ്ങേണ്ടി വന്നതാണ് എനിക്ക്. പക്ഷേ അതെൻ്റെ ബലഹീനതയായിട്ട് കാണണ്ട, ഉയർത്തെഴുന്നേക്കാനുള്ള ആ ഒരു ചെറിയ മൗനം മാത്രമായിരുന്നു എൻ്റേത്. ഞാൻ എന്തൊക്കെ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ വീട് വിക്രമിൻ്റെ വീടാണ്, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് വിക്രവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാസമായിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ സമയത്ത് ഡിവോഴ്സ് നോട്ടീസ് നമ്മുടെ വിക്രമാണെങ്കിൽ ശ്രീകാന്തിൻ്റെ മുഖത്ത് വലിച്ച് കീറി എറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാസമായിട്ട് നമ്മുടെ വേദയും കൂട്ടി വിക്രം ബൈക്കിൽ വീട്ടിൽ ചെല്ലുകയാണ്. വിക്രമിനെ വേദയെ കാണുമ്പോഴത്തേക്കിനും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഉമ്മറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രീചേട്ടത്തി ആണെങ്കിൽ ഒരു ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആരതി ഒഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വിക്രമിനെയും വേദയിനും സ്വീകരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിച്ചു. അതെല്ലാം തീർന്ന് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം നിങ്ങൾ രണ്ടുപേരും കയറണം എന്നൊക്കെ പറയാനും കേട്ടോ നമ്മുടെ കമലാമ്മയും. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് രണ്ടുപേരെയും ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. രണ്ടുപേരുടെ മുഖത്ത് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇനി അങ്ങോട്ടാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പോകുന്നത്. പരസ്പരം സ്നേഹത്തോടെയും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമായിട്ട് ഇനി അങ്ങോട്ട് മുൻപോട്ട് ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പോകുന്നവരാണ് കേട്ടോ നമ്മുടെ വിക്രമാദിത്യനും വേതാളവും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത്
സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ, അതായത് വേദ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചതെന്ന് മനസ്സിലാക്കുന്ന വിക്രമാണെങ്കിൽ വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. വേദ പൊട്ടിക്കരയാണ് കേട്ടോ. വേദയുടെ കണ്ണുനീർത്തുള്ളിയൊക്കെ തുടച്ചു കൊടുക്കുന്ന വിക്രമിനെ നമുക്ക് കാണാൻ സാധിക്കുക. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്.